ഹായ്, മുസമിലേറ്റ് ആണ്. നമ്മൾ ഇന്ന് പറയാൻ വന്നത് നമ്മളെ തേക്കിനെ പറ്റിയിട്ടാണ്. എന്താണ് ഫോറസ്റ്റ് തേക്ക്, എന്താണ് നാടൻ തേക്ക്? ഈ ഫോറസ്റ്റ് തേക്ക് നാടൻ തേക്ക് തമ്മിലുള്ള മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫോറസ്റ്റ് തേക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഫോറസ്റ്റിന്റെ അണ്ടറിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് സാധനമാണ് ഫോറസ്റ്റ് തേക്ക്. അതൊരു 40 വർഷം ഒക്കെ കഴിഞ്ഞാലാണ് അത് വെട്ടി അതൊരു 3-4 വർഷം അവിടെ കിടന്ന് പിന്നെ ഇത് ടെൻഡർ ചെയ്ത് അങ്ങനെയാണ് വരുന്നത്. ഈ 40 വർഷത്തെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു ഒരു മരത്തിന്റെ കാതലിന്റെ അല്ലെങ്കിൽ തേക്കിന്റെ ഫുൾ കാതലാവുന്ന ടൈമാണ് ഒരു 40 വർഷം 35 വർഷം എന്ന് പറഞ്ഞാല്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിനകത്ത് വൈറ്റ് പാർട്ട് കുറവായിരിക്കും. വൈറ്റ് പാർട്ട് കുറയുമ്പോൾ ഇതിന് ലൈഫ് കൂടുതൽ കിട്ടും. പിന്നെ എന്താണ് ഈ വൈറ്റ് പാർട്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം. വൈറ്റ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വൈറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കാതൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു വൈറ്റ് പോഷൻ വരും. ആ വൈറ്റ് പോഷൻ നമുക്ക് കാതലിനോട് ചേർന്ന വെള്ളയാണെങ്കിൽ കുത്തി പോകില്ല. അതല്ല, കാതലിനോട് കുറച്ചും കൂടെ വിട്ടിട്ട് കുറച്ച് ഗ്യാപ്പിലുള്ള, ഇപ്പോ ഞാൻ എന്താ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോ ഒരു പ്രൊഡക്റ്റ് ആണ്, നോട്ടിക്കോ. ഇപ്പോ ഈ തേക്കിന്റെ ഈ പീസില് ഇപ്പൊ ഇവിടെയൊക്കെ ചെറിയ വൈറ്റ് പാർട്ട് ഇതിന്റെ സൈഡിനോട് ചേർന്നൊക്കെയാണ് വൈറ്റ് പാർട്ട് വരുന്നതെങ്കിൽ ഇതൊരിക്കലും കുത്തിപ്പോകില്ല. പക്ഷെ ഒരുപാട് ഗ്യാപ്പിലാണ് വൈറ്റ് പാർട്ട് വരുന്നതെങ്കിൽ അത് പെട്ടെന്ന് കുത്തിപ്പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതാണ് ഫോറസ്റ്റ് തേക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നാടൻ തേക്കിനെ പറ്റി അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ഗുഡ് ബൈ.